ഫീച്ചറും പത്രവും എന്നൊക്കെ ഞാൻ പറഞ്ഞത് വെറും നുണയാ. എനിക്കെല്ലാം തന്നു ദൈവം, എല്ലാം. പക്ഷെ സ്നേഹം, ദയ, അത് മാത്രം കിട്ടിയില്ല. അമ്മയുടെ തോരാത്ത കണ്ണീർ, അച്ഛന്റെ നിസ്സഹായാവസ്ഥ, രണ്ടാനമ്മയുടെ ക്രൂരത. വർഷങ്ങൾക്ക് ശേഷം ബിസിനസ് എല്ലാം മതിയാക്കി അച്ഛൻ സിംഗപ്പൂരിൽ നിന്ന് നാട്ടിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ അമ്മയ്ക്കും എനിക്കും സ്വർഗം കിട്ടിയതുപോലെയായിരുന്നു. പക്ഷേ വീട്ടിലേക്ക് വന്നു കയറിയ അച്ഛനോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, പത്മാവതി. അച്ഛന്റെ ബിസിനസ് പാർട്ട്ണർ. വെറും ബിസിനസ് പാർട്ട്ണർ മാത്രമായിരുന്നില്ല, അച്ഛന്റെ ലൈഫ് പാർട്ട്ണർ കൂടിയായിരുന്നു ആ സ്ത്രീ എന്നറിഞ്ഞതോടെ പാവം എന്റെ അമ്മ തകർന്നു പോയി. അവരുടെ അധികാരവും അഹങ്കാരവും നിറഞ്ഞ പെരുമാറ്റം അധികം നാൾ അമ്മയ്ക്ക് സഹിക്കേണ്ടി വന്നില്ല. ആ സ്ത്രീയെ നിയന്ത്രിക്കാനുള്ള ശക്തി അച്ഛന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. എത്രയോ രാത്രികളിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന അച്ഛന്റെ മുഖം ഞാൻ കണ്ടിട്ടുണ്ട്. മാനസിക പീഡനവും കുറ്റബോധവും ആയിരിക്കാം അച്ഛനെ ആത്മഹത്യയിൽ കൊണ്ടെത്തിച്ചത്. അച്ഛന്റെ മരണത്തോടെ ഒരു സത്യം ഞാൻ മനസ്സിലാക്കി. ഞങ്ങളുടെ എല്ലാ സ്വത്തുക്കളും ആ സ്ത്രീ അച്ഛനിൽ നിന്നും കൈക്കലാക്കി കഴിഞ്ഞിരുന്നു. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവളായി ആ സ്ത്രീയുടെ അവഗണനയും പുച്ഛവും സഹിച്ച് ഒരു അനാഥയെ പോലെ എനിക്ക് അവിടെ കഴിയേണ്ടി വന്നു. സ്വസ്ഥത അതെന്നും എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഒരിക്കൽ പോലും സ്നേഹത്തോടെ ആ സ്ത്രീ എന്നോട് പെരുമാറിയിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ വീട്ടിൽ ഒരു അധികപ്പറ്റായിരുന്നു. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയാൽ അവർ തിരിച്ചു വരുന്നത് രാത്രി എപ്പോഴെങ്കിലും ആയിരിക്കും. ഒറ്റപ്പെട്ട പകലുകളിൽ എനിക്ക് ഏക ആശ്വാസം മഞ്ജുവിന്റെ വീടായിരുന്നു. നഷ്ടപ്പെട്ടു പോയ സ്നേഹവും വാത്സല്യവും എനിക്ക് അവിടെ നിന്നും കിട്ടി. അല്ലെങ്കിലും മമ്മിയും ഡാഡി ഇങ്ങനെയോ ഒന്നിനും സമ്മതിക്കില്ല. ആന്റി, മഞ്ജു വാക്ക് കൊടുത്തു പോയതല്ലേ. ഒരു ആഡ് ഫിലിമിൽ അഭിനയിച്ചു എന്ന് വെച്ച് ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കലാതിലയം കിട്ടിയതിനു ശേഷം TV സീരിയലും മറ്റു അഭിനയിക്കാൻ എനിക്ക് എത്ര ഓഫേഴ്സ് വന്നാന്നറിയോ? അയ്യോ മോളെ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, കോഴ്സ് കഴിഞ്ഞിട്ട് മതി ഇതെല്ലാം. പ്ലീസ് അങ്കിൾ, അതിന് മഞ്ജുവിന് പെർമിഷൻ കൊടുത്തേ പറ്റൂ. എന്റെ ഒരു റിക്വസ്റ്റാ, ഒന്ന് പറയൂ ആന്റി. ആ എങ്കി സിന്ധു മോള് ഞങ്ങൾക്കൊരു വാക്ക് തരണം. മറ്റൊന്നുമല്ല, മോളുടെ കല്യാണക്കാരൻ തന്നെയാ. എന്റെ ചേച്ചിയുടെ മോനാ സുരേഷ്, ഡൽഹിയിലെ എയർഫോഴ്സിലാ. അയ്യോ, സുരേഷ് ഏട്ടൻ ആ യൂണിഫോം ഇട്ട് നിൽക്കുന്നതാണ് എന്ത് രസമാണെന്നറിയോ? മോള് മറ്റൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ദേ, ചിറ്റയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അല്ലേ ദേവകി? വലിയ ആർഭാടമൊന്നുമില്ലാതെ വളരെ ലളിതമായ രീതിയിൽ കല്യാണം നടത്തിയാൽ മതിയെന്ന സുരേഷിന്റെ അഭിപ്രായം. പത്മാവതി അമ്മ എന്ത് പറയുന്നു? ഓ, അങ്ങനെയെങ്കി അങ്ങനെ. ദേവകി, സിന്ധുവിനോട് ചായ കൊണ്ടുവരാൻ പറയ്. സിന്ധു, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ആകാം. അത് ഞങ്ങൾ ഡൽഹിയിൽ പോകുന്ന വഴിക്ക് സംസാരിച്ചോളാം. അല്ലേ സിന്ധു? അപ്പൊ എല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അല്ലേ? വരുന്ന മാസം 10-ാം തീയതി കല്യാണം. അത് ഇവിടെ വെച്ച് നടത്തണമെന്ന് ഇപ്പൊ തന്നെ അങ്ങ് തീരുമാനിക്കാം. എന്താ പത്മാവതി? ഇത്രയൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് ഇത് നിങ്ങളൊക്കെ അങ്ങ് തീരുമാനിച്ചാ മതി. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയായിരുന്നു. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എന്നാശിച്ചു പോയ നിമിഷം. കുട്ടി പോയി ഡ്രസ് ചേഞ്ച് ചെയ്ത് വരും. ഞാൻ പോയി ഡ്രസ് മാറ്റിട്ട് ഞങ്ങളും വരാം. ശരി. കുട്ടിയുടെ പെർഫോമൻസിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. താങ്ക്സ്. ആ, അടുത്ത ഡ്രസ് ചേഞ്ച് ചെയ്താ. അയ്യേ, ഞാൻ ഈ ചുരിദാർ ഇട്ടോളാം. ശരീരം മുഴുവനും മൂടിപ്പൊതിഞ്ഞു നിന്നാ ഒരു അട്രാക്ഷനും ഉണ്ടാവില്ല. ഇതൊരു ആഡ് ഫിലിം അല്ല കുട്ടി. ആ, ഷൂട്ട് ചെയ്യുമ്പോഴേ പറയണമെന്ന് വിചാരിച്ചതാ. ഇതൊക്കെ മൂടി വെക്കുന്നത് എന്താ ഇത്? ഇതൊന്നും എനിക്കിഷ്ടമല്ല. ഇത്ര മോഡേൺ ആയിട്ട് അഭിനയിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഈ ഡ്രസ് ഇടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. ടേക്ക് ഇറ്റ് ഈസി. ഓക്കെ, ബൈ.
കേസിന്റെ പേരിൽ അവിടെ വേറെന്തൊക്കെ വൃത്തികേടുകളാണ് നടക്കുന്നത്. നമുക്കുടനെ പോലീസ് വിവരം അറിയിക്കണം. അത് വേണോ? വേണം. നിന്നെ പോലെ ഒന്നും അറിയാത്ത പാവം പെൺകുട്ടികൾ ഇനി അവരുടെ വലയിൽ ചെന്ന് വീഴുന്നതിന് മുമ്പേ പോലീസ് വിവരം അറിയിച്ചേ പറ്റൂ. ആ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ആഘാതം സൃഷ്ടിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ആ സമയത്ത് തിരുവനന്തപുരത്തെ കെട്ടിയെടുക്കണമെന്ന് പറഞ്ഞ് DIGയുടെ ഫോൺ. ഇത്രയൊക്കെ ആളുകൾ ഉണ്ടായിട്ട് എന്ത് പ്രയോജനം? നാറാവുന്നിടത്തോളം നാറിയില്ലേ ഞാൻ. സ്റ്റേഷനിലെത്തും മുമ്പേ ജാമ്യവുമായി ആളുണ്ടായിരുന്നില്ലേ അവിടെ? കേസ് പോലും ചാർജ് ചെയ്യാതെ പുഷ്പം പോലെ ഇറങ്ങി പോന്നില്ലേ ദേവയാനി? ആ സിന്ധു എന്ന പെൺകുട്ടി നേരിട്ട് വന്ന് റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്ത സ്ഥിതിക്ക് SIക്ക് നടപടി എടുക്കാതിരിക്കാൻ പറ്റുമോ? അതും പുതുതായി ചാർജ് എടുത്ത ഒരാൾക്ക്. എന്നെ അപമാനിച്ചവളെ ഞാൻ വെറുതെ വിടില്ല. ഈ വരുന്ന 27-ാം തീയതി അവളുടെ വിവാഹമാണ്. ആ വിവാഹം നടക്കാൻ പാടില്ല. ഞാൻ അനുഭവിച്ച വേദന, അപമാനം അതവൾ ജീവിതകാലം മുഴുവൻ അനുഭവിക്കണം. സംഭവമല്ല ഒതുക്കിയ സ്ഥിതിക്ക് ഈ ഒരു വാശിയുടെ ആവശ്യമുണ്ടോ? ഉണ്ട്. അല്ലെങ്കിൽ ഈ ദേവയാനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സിന്ധു, അവളെ ഞാൻ കുത്തുവാള എടുപ്പിക്കും. ഇതെന്റെ ശപഥമാണ്. പാഞ്ചാലി ശപഥം എന്നൊക്കെ പറയുന്ന പോലെ ദേവയാനി ശപഥം അല്ലേ? അതെ, ഈ ശപഥം നിറവേറ്റാൻ സേതു സാർ എന്നെ സഹായിച്ചേ പറ്റൂ. ദേവയാനി ഇമോഷണൽ ആവണ്ട. അപ്പോൾ നേരെ ഓ. ദേവയാനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തു കൊടുത്തേക്ക്. ശരി. ഹലോ, ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു ഇത്ര നേരം. വാ, അകത്തിരിക്കാം. നീ റെഡിയാവും, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. ആ ശരി, സന്തോഷമുണ്ടല്ലേ? മാഡം, ഒരു ഫോണുണ്ട്. 1 minute.